ഹായ് ഫ്രണ്ട്സ്, ഈ പുതുവർഷപ്പുലരിയിൽ എല്ലാ കൂട്ടുകാർക്കും ഡൈൻ വിത്ത് നെയിം വ്ളോഗ്സിൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങളുടെ ചാനലപ്പോൾ ലോക്ക്ഡൗൺ കാലത്തെ ജൂൺ മാസത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഞങ്ങളുടെ 100ാമത്തെ എപ്പിസോഡാണ്. അതുപോലെ തന്നെ 1.5K സബ്സ്ക്രൈബേഴ്സ് ആയതിലുള്ള സന്തോഷം ഞങ്ങളിവിടെ പങ്കുവെക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോനെ എല്ലാവരും തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു ഗാർഡൻ ടൂറാണ്. കുറേ നാളായിട്ടോ പേഴ്സണലായിട്ട് റിക്വസ്റ്റ് വന്നിരുന്നു ഒരു ഗാർഡൻ ടൂർ ചെയ്യാനായിട്ട്. അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കൊച്ചു ഗാർഡൻ. അപ്പോൾ ഈ ഗാർഡന് 2 എൻട്രൻസ് ഉണ്ട്. ഒന്ന് പോർച്ചിലേക്കുള്ളതും ഒന്ന് മെയിൻ എൻട്രൻസും. അപ്പോൾ ഈ 2 ഡ്രസ്സീനിയൻ ചെടികളാണ് ഫസ്റ്റിൽ തന്നെ വെച്ചിട്ടുള്ളത്, റോഡിനോട് ചേർന്ന് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കടക്കുമ്പോൾ 2 സൈഡിലും ലൈനായിട്ട് നല്ല ചുവന്ന ചെത്തിയാണ് വെച്ചിരിക്കുന്നത്. അതിപ്പോൾ മുട്ടും പൂക്കളായി നിൽക്കുന്നത്. നന്നായി ഫ്ലവർ ചെയ്ത് വരുന്നേ ഉള്ളൂ, എന്നാലും ഒരുവിധം തിരക്കില്ലാത്ത രീതിയിൽ തന്നെ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പം ചെത്തിയുടെ ബാക്കിലായിട്ട് ലൈനായിട്ട് കവുങ്ങ് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ആ കവുങ്ങിൽ ഒരു വടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് അതിൽ ഹാങ്ങിങ് പ്ലാന്റാണ് വെച്ചിരിക്കുന്നത്. കവുങ്ങിൽ ചേർന്നിട്ട് ഓർക്കിഡ്, പല വെറൈറ്റി ഓർക്കിഡുകളും വെച്ചിട്ടുണ്ട്. ഒക്കെ ഫ്ലവറിങ് കഴിഞ്ഞതും ഇനി ഫ്ലവറിങ്ങിനുള്ളതായിട്ടാണ് നിൽക്കുന്നത്. കുറച്ച് ഫ്ലവറിങ് ഒക്കെ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ 2 സൈഡിലായിട്ട് ഹാങ് ചെയ്തിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇപ്പോൾ കാണുന്നത്. അതിൽ വയലറ്റ് ഷെയ്ഡായിട്ടുള്ള എപ്പീഷ്യ പ്ലാന്റ് ആണിത്. പിന്നെ അടുത്തത് നല്ല ഗ്രീൻ ഷെയ്ഡിൽ റെഡ് പൂക്കളായിട്ടുള്ള എപ്പീഷ്യ പ്ലാന്റ് ആണ് ഈ കാണുന്നത്. പിന്നെയും കുറച്ച് ടർട്ടിൽ വൈനും ഒക്കെ ഹാങ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെ. ഇവിടെ പൂത്ത് നിൽക്കുന്നത് ഡാൻസിങ് ഗേൾ ആണ് ഓർക്കിഡിലെ. ഇപ്പം ഈ പൂത്ത് നിൽക്കുന്ന വൈറ്റ് കളറുള്ള ഓർക്കിഡ് നല്ല സ്മെല്ലുള്ളൊരു ഓർക്കിഡാണ് കേട്ടോ. സാധാരണ ഓർക്കിഡിനൊന്നും സ്മെല്ലുണ്ടാവില്ല, പക്ഷെ ഇത് നല്ല സ്മെല്ലാണ്. ഇത് പൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ തേനീച്ചകൾ വരാറുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ മറ്റുള്ള ഓർക്കിഡിനെ പോലെ ഇത് അധിക കാലം നിൽക്കില്ല. 2 ദിവസം എത്തുമ്പോഴേക്കിനും ഇത് വാടിപ്പോവും. ഇപ്പോൾ ഈ കാണുന്നത് ബേബി റോസ് എന്ന് പറഞ്ഞ ചെടിയാണ്. ഇതിൽ ചെറിയ പിങ്ക് കളർ പൂക്കളുണ്ടാവും. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇത് ഒരു വെറൈറ്റി പോത്തോസാണ്. നല്ല ബുഷിയായിട്ട് തിക്കായി വളരുന്ന ഒരു പോത്തോസാണ്. ഇത് ബിങ്കോണിയ പ്ലാന്റ് ആണ്. ഹാങ്ങിങ്ങിൽ തന്നെ നന്നായി ബുഷിയായി വളരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇതിപ്പോൾ കയറി വന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. പിന്നെ വഴി പോലെ ഇട്ടിട്ട് 2 സൈഡിലും ടർട്ടിൽ വൈന് നന്നായി പിടിപ്പിച്ചിരിക്കുകയാണ്. അതിൽ ബോർഡറായിട്ട് ചെടികളും കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ CC പ്ലാന്റ് ആണ് കാണുന്നത്. അതിൻ്റെ ഒരു ബോർഡറിൽ വെച്ചിട്ടുള്ളത്, ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുള്ളതാണ് കാണുന്നത്. ടർട്ടിൽ വൈൻ സെറ്റ് ചെയ്തതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ടയർ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ബോർഡർ ഗ്രാസ് ആണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഒരു ബോർഡർ പോലെ ബോളരേലിയെ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ സെറ്റ് ചെയ്തിട്ട് 2 മാസമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റായി വരുന്നുള്ളൂ. ബക്കറ്റിൽ നിന്ന് ടർട്ടിൽ വൈൻ ഇങ്ങനെ ഒഴുകി വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഈ ഒരു ചെടിയുടെ പേര് എനിക്കറിയില്ല. ഇതിൽ നല്ല കൊച്ച് നല്ല പിങ്ക് കളർ പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഇതിലിപ്പോൾ ഫ്ലവറിങ് ഒന്നുമില്ല. ടയറിൻ്റെ ഉള്ളിൽ ബോർഡർ ഗ്രാസ് വെച്ചതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഈ ചെടി സെറ്റ് ചെയ്തിട്ടുള്ളത്.
തൊട്ടപ്പുറത്തെ സൈഡിലായിട്ട് ടർട്ടിൽ വൈൻ്റെ ഇടയിൽ വെച്ചിരിക്കുന്നത് ഡ്രസ്സീനിയ വെറൈറ്റിയിലുള്ള ഒരു ചെടിയാണ്. ബാക്കിൽ ബോർഡർ ആയിട്ട് വെച്ചിരിക്കുന്നത് അരേലിയത്തിലെ ഒരു വെറൈറ്റിയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ മേലെ നിന്നിട്ട ഒരു വ്യൂ ആണ് കാണുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇത് പോർച്ചിനോട് ചേർന്നിട്ട് ഒരു തൂണുണ്ട്, അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ അംബ്രല പ്ലാന്റ്. നല്ല ഭംഗിയാണ്, ഒരു മരം പോലെ നിൽക്കും. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ഇപ്പം ഈ കാണുന്നത് റൈറ്റ് സൈഡിലേക്കുള്ള വ്യൂ ആണ് കാണുന്നത് കേട്ടോ. റൈറ്റ് സൈഡിലായിട്ട് ഒരു റോസ് ഒരു ഇത്തിരി മരം പോലെ നിൽക്കുന്നുണ്ട്. അതിലിപ്പോൾ കുറച്ച് ഫ്ലവറുള്ള, എപ്പോഴും നന്നായി ഫ്ലവർ ഉണ്ടാവണ റോസാണിത്. അതിന് താഴെയായിട്ട് ബോളരേളിയ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് നന്ദ്യാർവട്ടം 2 കട നന്നായി വലിപ്പത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ റോസിന് തൊട്ടടുത്തായിട്ട് വലിയ ഒരു പോട്ടിൽ വാൻഡറിങ് ജൂ ആണ് കാണുന്നത്. വാൻഡറിങ് ജൂ ഹാങ്ങിങ് ആയിട്ടും ചെയ്തിട്ടുണ്ട് ഒരു പോട്ടിൽ. വാൻഡറിങ് ജൂ നല്ല എളുപ്പത്തിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ. എല്ലാ ബിഗിനേഴ്സിനും ഒന്ന് ചെയ്ത് നോക്കാവുന്ന ഒരു ചെടി തന്നെയാണ്. നല്ല ഭംഗിയാണ്. ഇത് ബോട്ടിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഭംഗി. ഇപ്പോൾ ഈ കാണുന്നത് ഒരു ക്രോട്ടൺ ചെടിയാണ്. ഈ ക്രോട്ടൺ ചെടി ഒരൊറ്റ കടമെന്ന് നല്ല ബുഷിയായിട്ട് വളരെ വലിപ്പത്തിൽ നിൽക്കുന്നതാണ്. ഇത് വെട്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെടിയാണിത്. ഈ ക്രോട്ടൺ ചെടിയുടെ തൊട്ടടുത്തായിട്ട് അരേലിയയിൽ പെട്ട വേറൊരു വെറൈറ്റിയാണ് ഈ വെച്ചിരിക്കുന്നത്. അതൊക്കെ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പം വെച്ച് പിടിപ്പിക്കുന്ന ശരിയായിട്ടുള്ളൂ. ഹെലിക്കോണിയാണ് അതിൻ്റെ സെൻട്രലായിട്ട് വെച്ചിരിക്കുന്നത്. എല്ലാം സെറ്റാവുന്നേ ഉള്ളൂ. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ കോർണറിൽ നിന്നുള്ളൊരു ദൃശ്യമാണ് ഈ കാണുന്നത്. ഇത് ഒരു എൽ ഷേപ്പിലാണ് സിറ്റ് ഔട്ട് കിടക്കുന്നത്. അപ്പം അതിൻ്റെ ചുറ്റും ടർട്ടിൽ വൈനാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. കുറേ അധികം ടർട്ടിൽ വൈനുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഇടാട്ടോ. അതിൻ്റെ താഴെ കാണുന്നത് ഓർക്കിഡാണ്. റോയൽ ലാൻഡ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് വെച്ചിരിക്കുന്നത്. അതിന് തൊട്ടപ്പുറത്ത് കാണുന്നത് എക്സ്കോസേരിയാണ്. ഇതിപ്പോൾ ഞാൻ സിറ്റ് ഔട്ടിനോട് ചേർന്ന് ഒരു ലൈനായിട്ട് വെച്ചിരിക്കുന്ന ഓർക്കിഡാണ് കാണുന്നത്. എല്ലാം ഒരേ കളർ ഓർക്കിഡാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഞാൻ എപ്പോഴും അങ്ങനെ ഒരു യൂണിഫോം രീതിയിൽ ചെടി വെക്കാനാണ് ശ്രമിക്കാറ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്നിച്ച് വെക്കുമ്പോഴാണ് അതിന് ഒരു പ്രത്യേക ഭംഗി ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഇത് നന്നായി പൂത്ത് നിൽക്കുന്നുണ്ട്. ഈ ചെടിയുടെ നടിയിലും പരിചരണവും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും എനിക്ക് ഇഷ്ടമായ ഒരു ചെടിയാണ് കേട്ടോ. നല്ല ഫ്ലവറാണ് ഇതിൻ്റെ. ഹൈഡ്രേഞ്ചിയ എന്ന് പറയും ഈ ചെടീനെ. ഇതിൽ ഒരു 3-4 മാസത്തോളം ഈ ഫ്ലവർ ഇങ്ങനെ നിൽക്കും. അതാണെങ്കിൽ കളറ് മാറി മാറി വരും. അപ്പോൾ നമുക്കിത് ഫ്ലവർ വൈസിൽ സെറ്റ് ചെയ്യാനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവർ തന്നെയാണ്. കണ്ടോ എന്തൊരു ഭംഗിയാണ്. ഒരു വയലറ്റ് ഷെയ്ഡ്, അതിൻ്റെ ഉള്ളിലൊരു വെള്ള ഷെയ്ഡൊക്കെ ആയിട്ട് കാണാം. നല്ല ഭംഗിയാണ്. അതിൻ്റെ തൊട്ടടുത്ത് വേറൊരു കളറ്, അതിൻ്റെ തൊട്ടടുത്ത് വേറെ കളർ, അങ്ങനെ ആയിട്ട് നല്ല ഭംഗിയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ.
ഞങ്ങളുടെ മെയിൻ എൻട്രൻസിൽ നിന്നുള്ളൊരു കാഴ്ചയെ കാണുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും റെഡ് പാമാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലെ റെഡ് പാമിനോട് ചേർന്ന് തന്നെ ഒരു മാവ് നിൽക്കുന്നുണ്ട്, മൂവാണ്ട മാവാണ് ഇട്ടത്. അതിൽ നിറയെ കായുണ്ട്. ഇപ്പം നല്ല സീസണാണല്ലോ ഇപ്പം. പിന്നെ അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലെ റെഡ് പാമിനോട് ചേർന്ന് നിൽക്കുന്നത് ചെസ്നട്ടാണ്. ചെസ്നട്ട് അധികാരം കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. ഈ കാണാണ് കേട്ടോ ചെസ്നട്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നട്ട്സാണ്. ഇത് അധികാരം കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നത്. നല്ലൊരു സ്മെല്ലാണ് ഇത് വറുത്തെടുക്കുമ്പോഴും. ഇതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങളൊരു ഇൻഷാ അല്ലാഹ് അടുത്തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ മെയിൻ എൻട്രൻസിൽ നിന്ന് കയറി വരുന്നിടത്തുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പം ആ കയറി വരുന്നിടത്ത് തന്നെ രണ്ട് സൈഡിലായിട്ടും നിറയെ ചെടിച്ചട്ടികളിൽ ഒരേപോലെ യൂണിഫോം രീതിയിൽ ചെടികൾ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ഭാഗത്ത് അഗ്ലോണിമയാണ് വെച്ചിരിക്കുന്നത്. ആ അഗ്ലോണിമ തന്നെ ഒരേ ഐറ്റാണ് വെച്ചിരിക്കുന്നത്. ഈ വെച്ചിരിക്കുന്ന ചെടിച്ചട്ടിയൊക്കെ മണ്ണിൻ്റെ ചെടിച്ചട്ടിയാണ് കേട്ടോ. പ്ലാസ്റ്റിക് പോട്ടിൽ ഇവിടെ കുറവാണല്ലോ. പിന്നെ അതിൻ്റെ അഗ്ലോണിമയുടെ ഓപ്പോസിറ്റ് സൈഡിലിരിക്കുന്നത് നമ്മുടെ ടർട്ടിൽ വൈൻ, 2 വെറൈറ്റി ടർട്ടിൽ വൈനും ഗ്രാസുമാണ് ഇരിക്കുന്നത്. ബോർഡർ ഗ്രാസാണ് ഈ കാണുന്നത്. നന്നായി സെറ്റായിട്ടുണ്ട്. 3ഉം അടുത്തടുത്ത് തന്നെ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ചെടികൾക്കെല്ലാം ബോർഡറായിട്ട് വെച്ചിരിക്കുന്നത് ക്രോട്ടൺ ചെടിയാണ് കേട്ടോ. ഫുള്ള് ബോർഡറാണ്. കുറേ അധികം ഏരിയ ഉണ്ട് ബോർഡർ ആയിട്ട് വെച്ചിരിക്കുന്നത്. ക്രോട്ടണാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഗൗളിത്തെങ്ങും വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഞങ്ങൾ നനയ്ക്കുമ്പോൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ്. ഇങ്ങനെ വെയിലിൻ്റെ അടി തട്ടുമ്പോൾ ഈ നന്നായി ഇങ്ങനെ മഴവില്ലായിട്ട് ഇങ്ങനെ നിൽക്കണതാണ്. നല്ല ഭംഗിയാണ് കേട്ടത് കാണാനായിട്ട്. പിന്നെ ഇത് ഇന്ത്യൻ സോങ് എന്ന് പറഞ്ഞൊരു ചെടിയാണ്. ഇത് നല്ല ഭംഗിയാണ്, തിക്കായി വളരും. കുറച്ച് ഇത്തിരി ഹൈറ്റിൽ പോയിട്ടുണ്ട്. ഇത് ടർട്ടിൽ വൈനൊക്കെ സെറ്റ് ചെയ്തതിൻ്റെ ഒരു കോർണറിലായിട്ടാണ് ഈ ചെടി വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങളുടെ ഗാർഡനിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മരമാണ് കേട്ടത്. ഇത് കുന്തിരിക്കത്തിൻ്റെ മരമാണ്. നല്ല ഗ്രീനായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു 10 വർഷത്തോളം പഴക്കമുണ്ട് ഈ മരത്തിന്. ഈ മരത്തുമെന്ന് ഒരു പശ ഉണങ്ങി വരും. അതിന് നമ്മൾ കുന്തിരിക്കായിട്ട് ഉപയോഗിക്കുക. ഇതിപ്പോൾ അങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ചെറുതായിട്ടൊക്കെ അങ്ങനെ പശ അങ്ങനെ വരാറുണ്ട്. ഈ മരത്തിന് തൊട്ട് താഴെയായിട്ട് അതിന് ചുറ്റും റൗണ്ട് ചെയ്തിട്ട് പീസ് ലില്ലിയാണ് വെച്ചിരിക്കുന്നത്. പീസ് ലില്ലി നന്നായി പൂവിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു എയർ പ്യൂരിഫിക്കേഷൻ ചെടിയാണ് ഈ പീസ് ലില്ലി. ഇവിടെ സിറ്റ് ഔട്ടിൽ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അകത്തുണ്ട്. ഞാൻ ആ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വീഡിയോ ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ. ഈ കുന്തിരിക്കത്തിൻ്റെ മരത്തിന് തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു മരത്തിൽ ഒരു കുറ്റിയിൽ നിറയെ മണി പ്ലാന്റ് ആണ് പിടിപ്പിച്ചിരിക്കുന്നത്. അതിന് തൊട്ട് ചേർന്ന് ആ പുല്ല് പോലെ കാണുന്നത് പുല്ല് തന്നെയാണ്. ഒരു നിലംപരണ്ടാന്ന് പറഞ്ഞ ഒരു ഔഷധ ചെടിയാണ് ആ കാണുന്നത്. ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൽ കൊച്ചു പൂക്കൾ, വയലറ്റ് പൂക്കൾ കാണണം കേട്ടോ. ഇപ്പം ഞങ്ങളുടെ ടർട്ടിൽ വൈനിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു കാഴ്ചയാണത്. മിക്കപ്പോഴും ഉണ്ടാവും. ഞങ്ങളുടെ പൂന്തോട്ടത്തിലെ വിരുന്നുകാരാണ് ഇവർ. ഇടയ്ക്കിടയ്ക്ക് മുട്ടയൊക്കെ ഇട്ട് വിരിഞ്ഞു പോകാറുണ്ട്.
അപ്പോൾ ഞങ്ങളുടെ ഗാർഡൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ശുഭപ്രതീക്ഷകളോടെ ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ.